എല്ലാവർക്കും ഇൻഡസ് ഫാം ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ട് ഒരു തൊഴുത്ത് എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ കാണുന്ന കാലുകളൊക്കെ ഞാൻ ആക്രിയിൽ പോയിട്ട് എടുത്തു കൊടുന്നുള്ളതാണ്. എടുത്തു കൊടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് വാങ്ങിയ കാലുകൾ ഞാൻ ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് ബാക്കി വേസ്റ്റൊക്കെ അവിടെ ഇട്ടിട്ട് ഒരു പകുതി വിലയ്ക്ക് വാങ്ങിയ പൈപ്പുകളാണ് ഇത് കേട്ടോ. അങ്ങനെ ഈ പൈപ്പ് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പ് താഴത്തേക്ക് വരണ്ട്. അത് എന്നിട്ട് നന്നായിട്ടായിട്ട് കട കോൺക്രീറ്റ് ചെയ്തിട്ടൊന്ന് ഫ്രെയിം ആക്കിയിട്ടുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഈ 2 തൂണ് ഇതിൻ്റെ ഒപ്പം വാങ്ങിയുള്ളത് കേട്ടോ. പിന്നെ ഇതാ പഴയ ഷീറ്റ്, അതിൻ്റെ മേലെ ഒരു ബാറ് കൊടുത്തുള്ളത് GI ആണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി കഴുങ്ങിൻ്റെ പാളി കേട്ടാ. ഒരു കഴുങ്ങാണ് നമ്മൾ ഇതിനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കഴുങ്ങിൻ്റെ വില ഇപ്പോൾ ഏകദേശം പലയിടത്തും പല രീതിയിലാണ്. അന്ന് ഞാൻ 350 രൂപയ്ക്കാണ് മേടിച്ചത്. അങ്ങനെ അത് പൊളിച്ച് ഉള്ള ഷീറ്റുകളൊക്കെ കണ്ടനും തുണ്ടനും പൊട്ടിയതും പൊളിഞ്ഞതൊക്കെയാണ്. നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് എടുക്കുമ്പോൾ ഇതിൽ നല്ലത് കിട്ടും. ഇതെൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നതാണ്. നമ്മളൊരു വീട് പൊളിച്ചതിൻ്റെ മൊത്തം എടുത്തതിൽ ഉണ്ടായിരുന്ന കഷ്ണങ്ങൾ കേട്ടാ. കാരണം ഇതിൻ്റെ മേലെ ഞാനൊരു ലേശം ഡാമേജുള്ളൊരു ടാർപ്പായും കൂടിയിട്ട് ഇതിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ തൊഴുത്തിലേക്ക് വെള്ളം വരാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ തീറ്റത്തൊട്ടി ചെയ്തുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കൊന്നിൻ്റെ സ്ക്വയർ ട്യൂബ് ഇത് ഞാൻ വാങ്ങിയതേട്ടാ. വാങ്ങി ഈ പൈപ്പിൽ വെൽഡ് ചെയ്തെടുക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ ഇത് ഷീറ്റാണ്. ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഷീറ്റ്. അതിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് സെൽഫ് സ്ക്രൂ വെച്ചെടുക്കുക കേട്ടോ. കണ്ടാ, ഇത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആ സൈഡ് പിന്നെ ഒരു ചുമരുള്ള കാരണം അവിടെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 1 സെൻറ്റിമീറ്റർ സ്ലോപ്പ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസാണ്. അപ്പോൾ ഈ ഓപ്പൺ സ്പേസ് കൊടുത്തതിൻ്റെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതൊരു ഡോർ പർപ്പസിലാണ് ചെയ്തുള്ളത്. ഇത് കണ്ട, ഇതൊരു ഡോറ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കാണിച്ചു തരാം. നല്ല കച്ചറയായിട്ടോ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട. ഇതാ ഇവിടെ നമ്മളൊരു ഡോർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ നെറ്റ് വെച്ചിട്ട് സ്ക്രൂ ഇങ്ങനെ സെൽഫ് സ്ക്രൂ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല കോഴിക്കൂട അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. കോഴിക്കുട്ടികളെ വളർത്താനോ കോഴിക്കൂടാക്കാനോ അങ്ങനെയോ. കാരണം നമ്മൾ ഇതുമല്ലൊന്നും വളരെയധികം പൈസ ചിലവാക്കിയിട്ട് ഒന്നും ചെയ്യരുത്. കാരണം ചിലപ്പോൾ നമ്മൾ 2 പശുവിനെ മേടിച്ച് അല്ലെങ്കിൽ ഒരു പശുവിനെയൊക്കെ മേടിച്ച് യൂട്യൂബിലെ ഇതൊക്കെ കണ്ട് നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഒരു 4 ദിവസം വളർത്തി അല്ലെങ്കിൽ ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ വളർത്തുമ്പോൾ ചിലവർക്ക് മതിയാവും. ചിലവർ അതിൽ നിന്ന് തുടർന്ന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂതിക്ക് ഇത് നേരെ വിജയിക്കില്ല എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യത്തിനും പൈസ ചിലവാക്കേണ്ടത്. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് അടിപൊളി തൊഴുത്തൊക്കെ പോണത് അവർ കുടിക്കാൻ വെള്ളം സെറ്റപ്പ് കാര്യങ്ങളൊക്കെ, എന്നിട്ട് എത്രയോ ഫാമുകൾ അടച്ചു പൂട്ടിയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിർമ്മിച്ച ആൾക്കാർക്കൊന്നും ഈ പൈസയൊന്നും മുതലായി ഉണ്ടാവില്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. ഇത് ഞാനിവിടെ വീട് വർക്ക് ചെയ്യുമ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന ആ കോൺക്രീറ്റ് പണിക്കാർ മേലെ കോൺക്രീറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ചെയ്യിച്ചതാണ്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്ലോപ്പ് കൂടരുത് കേട്ടോ. സ്ലോപ്പ് കൂടി കഴിഞ്ഞാൽ ഹെവി പശുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാല് സ്കിഡാവും, അങ്ങനത്തെ പ്രശ്നമുണ്ട്. പിന്നെ ഒരിക്കലും സ്ലോപ്പിനനുസരിച്ചിട്ട് ഒരു പശുവും കെടുക്കില്ല കേട്ടോ. അത് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പശുവിനെ നമ്മൾ ഫ്രീ ആക്കി നിർത്തി കഴിഞ്ഞാൽ ഏത് തൊഴുത്തിൽ കെടുക്കായാലും ചെരിവിനെതിരെ അവർ കെടുക്കുള്ളൂ. കാരണം സ്ലോപ്പായിട്ട് കെടുക്കാൻ പശു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അത് കാരണം സ്ലോപ്പ് മാക്സിമം ഒരു 10 അടി നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 1 ഇഞ്ച് എന്നുള്ള രീതിയിൽ സ്ലോപ്പ് ഇടാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും നന്നായി പെട്ടെന്ന് വെള്ളം തൊഴുത്ത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നല്ല സ്ലോപ്പ് ഇടും. നല്ല സ്ലോപ്പ് ഇടുമ്പോൾ തന്നെ പശുവിൻ്റെ യൂട്രസ് വരെ പുറത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നല്ല സ്ലോപ്പ് ഉള്ളിടത്ത് ഹെവി പശുവിനെയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ യൂട്രസിന് വരെ കംപ്ലൈൻറ്റ് വരും.
അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ തൊട്ട വീട്ടിൽ എരുമേനൊക്കെ വളർത്തിയായിരുന്നു. അപ്പോൾ അവിടെ അവരുടെ സ്ലോപ്പ് അന്ന് ഈ പനയൊക്കെ മെതിയിട്ടിട്ടുള്ളതായിരുന്നു. അതിന് സ്ലോപ്പ് കൂടിയിട്ട് ആ എരുമയ്ക്ക് യൂട്രസ് പുറത്ത് വന്നിട്ട് നെറ്റ് വെച്ച് കെട്ടി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെരിച്ചിട്ട് ഉള്ളൊരു കുഴിയൊക്കെ എടുത്തിട്ടാണ് അതിനെ കുറേ കാലം വളർത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് ചെറിയ ബ്രീഡായ കാരണം അങ്ങനെ വിഷയമല്ല, അവർ തിരിഞ്ഞിങ്ങനെ കിടക്കും. എങ്കിലും നമ്മളൊരു വലിയ രീതിയിലുള്ള പശുവിനെയാണ് അല്ലെങ്കിൽ മറ്റുള്ള ഐറ്റത്തിനെ വളർത്തുമ്പോൾ നല്ലത് എപ്പോഴും സ്ലോപ്പ് കുറവാണ്. അവരുടെ സുഖമായിട്ട് കെടുക്കാൻ പറ്റിയ സ്ലോപ്പ് കുറഞ്ഞ സ്ഥലത്താണ്. സ്ലോപ്പ് കൂടിയോടത്ത് കെടുക്കാൻ ഇഷ്ടപ്പെടാത്ത ജീവികളാണ് കേട്ടോ അവർ. അതിപ്പോൾ ഞാൻ എൻ്റെ പശുവിനെയൊക്കെ വളരെ ഫ്രീ ആക്കി കെട്ടുമ്പോൾ ഒരിക്കലും അവർ ഈ സ്ലോപ്പ് അനുസരിച്ചിട്ട് കെടുക്കാറില്ല. അവരിങ്ങനെ തിരിഞ്ഞ് സ്ലോപ്പില്ലാത്ത ലെവലിലാണ് കെടുക്കുക. അപ്പോൾ നമ്മളതൊന്ന് അവർക്ക് സ്ലോപ്പ് താല്പര്യമില്ല, നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ സ്ലോപ്പ് കൊടുക്കണത്. അപ്പോൾ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ വയ്ക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ട വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു പശു 2 പശു ഉള്ളവർക്കൊന്നും അത്തരം മെനക്കെടിൻ്റെ ആവശ്യമില്ല. ഇനി അങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സെറ്റ് ചെയ്യണതിൻ്റെ ഒരു ഡെമോ കാണിക്കാം. ഇപ്പോഴല്ല, നമുക്കത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇത്രയൊക്കെയാണ് നമ്മൾ ഒരു സാധാരണക്കാരാദ്യമായിട്ട് പശുവിനെ വളർത്തുമ്പോൾ നമുക്ക് വേണ്ട ഒരു സൗകര്യം. ഇത് നമുക്ക് ഇവിടെ കഴുങ്ങ് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേടിച്ചതിൻ്റെ ബാലൻസ് കഴുങ്ങുള്ള കാരണം അതിങ്ങനെ കെട്ടിയെന്ന് മാത്രം കേട്ടോ. കുറച്ച് ചെറിയ ബ്രീഡായ കാരണം അവർ പെട്ടെന്ന് അവരടക്കം ചാടി കയറും. ആ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഒരു സെറ്റപ്പ് ചെയ്തുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ഫാം ഓപ്പൺ ആക്കേണ്ടത്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങിൽ നമുക്ക് തൊഴുത്ത് വയ്ക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഒത്തിരി പൈസയൊക്കെ ചിലവാക്കി അതേപോലെ നമ്മൾ പശുവിനെയൊക്കെ ആദ്യം മേടിക്കും. അവർ ഇത്ര ലിറ്റർ കിട്ടും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് മോഹന വാഗ്ദാനം. പിന്നെ നമുക്കാണെങ്കിൽ പശുവിനെ മേടിക്കണം എന്നുള്ളൊരു തിക്കും തിരക്കിലാണല്ലോ. അപ്പോൾ നമ്മൾ പോയിട്ട് എവിടെയെങ്കിലും പോയി കെണിയിൽ കുടുങ്ങും. അപ്പോൾ അതോട് കൂടിയിട്ട് ചിലപ്പോൾ ഇത് അവസാനിപ്പിക്കും. അല്ല ഇനിയിപ്പോൾ നല്ല പശു കിട്ടി നല്ല ലാഭത്തിലെത്തിയിട്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും വലുതാക്കിക്കോ, ഒരു കാരണവശാലും നിങ്ങൾ ഒത്തിരി പശുവിനെ എടുത്തിട്ട് വളർത്തരുത്. പശുവിനെ എടുക്കണവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ പോത്തിനാണെന്നുണ്ടെങ്കിൽ ഇത്ര സെറ്റപ്പിൻ്റെ ആവശ്യമില്ല കേട്ടാ. പോത്തിനെ നമ്മൾ ഇങ്ങനെ സെറ്റപ്പിൽ നിർത്തിയോണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ഇങ്ങനെ മെനക്കെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിൻ്റെ ആവശ്യമില്ല. ഞാനൊക്കെ എത്ര ചെറിയ പോത്തിനെ കൊടുന്നാലും പോത്തും കുട്ടികളെ കൊടുന്നാലും തെങ്ങുമ്മ കൊണ്ടായി കെട്ടും. മഴക്കാലം ആകുമ്പോൾ അവർക്കൊരു ഷീറ്റ് കെട്ടിയിട്ട് കൊടുക്കും. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അതിൻ്റെ തണലത്ത് വന്ന് നിന്നോട്ടെ, ഇനി മഴ കൊള്ളണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കിടന്നോട്ടെ. അത്രേ നമ്മൾ ചിലവാക്കാവൂ. അല്ലാണ്ട് പോത്തിനെ വളർത്തണവർ ഒരിക്കലും ഇങ്ങനത്തെ തൊഴുത്തൊന്നും പണിയല്ലേ. ഇങ്ങനത്തെ തൊഴുത്ത് പണിത് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു ചെറിയൊരു ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയും വൈക്കോല എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആവില്ല. അവർ ചവിട്ടിയിട്ടുള്ള ഒരു വേസ്റ്റ് ആവില്ല എന്നുള്ള ഒരു മെച്ചം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ആദ്യം ഇതുപോലെ പോത്തും കുട്ടികളെ വളർത്തുമ്പോൾ ഇവിടെ തന്നെയായിരുന്നു ഒരു തൊഴുത്ത് പണിതുണ്ടായിരുന്നത്. അത് ഇതല്ലായിരുന്നേ, തട്ടിക്കൂട്ടായിട്ടേ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ തെങ്ങിൻ്റെ അവിടെയൊക്കെ കെട്ടുമ്പോൾ ഈ തീറ്റിട്ട് കൊടുക്കണതിൽ മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ പോത്തിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇത്തരം ഒരു സെറ്റപ്പ് ഒന്നും വേണ്ട. എന്നാൽ പശുവിന് അധികം മഴ കൊണ്ട് നിൽക്കണതും കറക്കണതൊക്കെ ആകുമ്പോഴുള്ള ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു സെറ്റപ്പ് നമ്മൾ ഒരുക്കിയുള്ളത്. ഇവിടെ ഇപ്പോൾ വേറെ നായ്ക്കളുടെ ശല്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണമാണ് ഇത്ര ഓപ്പണായിട്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് 3 എണ്ണം. അപ്പോൾ അങ്ങനെ പുറമെന്നുള്ള നായ്ക്കൾ ഇവിടെ അങ്ങനെ വരാറില്ല, വരാൻ അവർ സമ്മതിക്കില്ല. അത് കാരണം നമ്മുടെ കോഴിയും കോഴിക്കോടും ഒക്കെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. കോഴികൾക്കൊന്നും ഒരു പ്രശ്നമില്ല, തീറ്റയ്ക്ക് തീറ്റയുണ്ട്. നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ നല്ല കോഴിമുട്ടയും കിട്ടും. പിന്നെ ഇവിടെ നായ വന്ന് കടിച്ച് വിളിക്കണ ഒരു പ്രശ്നമില്ല, അവരൊക്കെ ഉള്ള കാരണം കേട്ടോ. നായ്ക്കളില്ലെങ്കിൽ ഇതൊന്നും ഇവിടെ കാണൂല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളൊരിക്കലും വളരെയധികം പൈസ ചിലവാക്കിയിട്ട് നമ്മുടെ തൊഴുത്ത് നിർമ്മിക്കാതിരിക്കുക. ഏറ്റവും ലോ കോസ്റ്റായിട്ട് നമുക്കിപ്പോൾ ഈ ഷീറ്റ് സാധനങ്ങൾ പൈപ്പൊക്കെ മേടിച്ച പൈസ ഇതിപ്പോൾ ഇനിയിപ്പോൾ നാളെ വേണ്ടാന്ന് തോന്നി തല്ലി പൊളിച്ചിട്ട് കൊടുത്താലും അതിൻ്റെ പകുതി പൈസയെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ.
നമുക്ക് ഈ കഴുക്കോലൊക്കെ എടുത്ത് കത്തിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ ചിലവ് ചുരുക്കിയിട്ട് വേണം നമ്മളൊരു തൊഴുത്ത് നിർമ്മിക്കാൻ. ഇത് പുതുതായിട്ടുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാശുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ അത് കല്ലുമുട്ട കുടം പോലെ ആക്കരുത്. അപ്പോൾ നിങ്ങൾ നന്നായി വളർത്തിയിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല, നല്ല രസമായിട്ട് പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ 3 വർഷം 4 വർഷം ആയപ്പോഴാണ് ഈ ഷീറ്റ്, ഇത് പൗഡർ കോട്ട് ചെയ്തുള്ളതാണ്, ഈ ഷീറ്റിന് കംപ്ലൈൻറ്റ് വന്നേട്ടാ. അത് കംപ്ലൈൻറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ മൂക്കുത്തിയ പശുക്കുട്ടിയൊക്കെ ചാടി കയറിയിട്ട് ഇതുമ്മലെ നിൽക്കും. അങ്ങനെ ചവിട്ടി അവരുടെ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ടായിട്ട് ഷീറ്റ് പൊട്ടിയതാണ്. അപ്പോഴാണ് നമ്മൾ വീണ്ടും ഈ സെൽഫ് സ്ക്രൂ വെച്ചാൽ മതി, പ്രശ്നം കഴിഞ്ഞു. ഇതുമ്പോൾ പ്രൈമർ അടിക്കണത് നല്ലതാണ്. നമ്മളിപ്പോൾ പ്രൈമർ അടിച്ചതൊക്കെ പോയി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വളരെ കോസ്റ്റ് കുറവാണ് ഇപ്പോൾ ഇതിന് വന്നതിൻ്റെ ഒരു എമൗണ്ട് ഒന്നും ഞാൻ പറയണില്ല, ഞാൻ കുറേ മുന്നേ ചെയ്തതാണ്. അപ്പം എന്നോട് ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാണ്ടായ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വീട്ടിൽ പോയപ്പോൾ, ഞാൻ വർക്കിന് പോണ ആളായ കാരണം ഒരു വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിലൊരു തൊഴുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ഒരു നഷ്ടക്കഥ പറഞ്ഞു. അവർക്ക് ഉദ്ദേശിച്ച പാല് കിട്ടിയില്ല, പിന്നെ അതിനെ നോക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോയി. അവസാനം പശുവിന് വയ്യാണ്ടായി, അതിനൊക്കെ കൊടുത്ത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ശൂന്യമായിട്ട് നല്ലൊരു തൊഴുത്ത് കണ്ടപ്പോൾ പറഞ്ഞു, എന്താ പശുവൊന്നും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ഇത്രയും പൈസയൊക്കെ ചിലവായി, ഇങ്ങനെയൊക്കെ ഉണ്ടായി, നഷ്ടം സംഭവിച്ച ഒരു കഥ കേട്ടപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, ആകെ 457 പേരൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഈ ഉള്ള ആൾക്കാർ എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ പശുവും തൊഴുത്തൊന്നും ഉണ്ടാവണമെന്നില്ല, ഇങ്ങനെ ഫാമിങ്ങിനോട് താല്പര്യമുള്ള ആളാവും. അപ്പോൾ അവരൊക്കെ ഇനി ആരെങ്കിലും പശുവിനെയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോവേ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്ലാനുള്ള ആൾക്കാർ ഏറ്റവും ചീപ്പായിട്ട് കിട്ടാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതിൻ്റെ അടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കല്ല വെച്ചിട്ടുള്ളൂ, ഒരു വെട്ടുകല്ല്, അതും പഴയ കല്ല് അടിയിലിട്ടു. അത് കൂടാണ്ട് ഒരു കല്ലും കൂടിയും വെച്ച് അതിൻ്റെ മേലെ കോൺക്രീറ്റ് ചെയ്തിട്ട് വെറുതെ ഒരു തിണ്ട് പിടിപ്പിച്ചിട്ടുള്ളൂ. ഇതിനൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് മേടിച്ചുള്ളത് തന്നെ 2-3 ചാക്ക് സിമെൻറ്റ്, 3-4 ചാക്ക് സിമെൻറ്റാണ് ഇതിന് മാക്സിമം വന്നുള്ളത്. ബാക്കിയൊക്കെ പണിയൊക്കെ നമ്മൾ തന്നെയാണ്, കഥ തിരുക്കഥ സംഭാഷണം നമ്മൾ തന്നെ ചെയ്തതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡായ കാരണം എൻ്റെ വർക്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോഴാണ് നമ്മൾ ഈ ചെരുവിൻ്റെ കാര്യം വളരെ ശ്രദ്ധയിൽ വന്നത്. പശുക്ക് എടുക്കണത് ചെരുവിലല്ല, അവർക്ക് അത്ര താല്പര്യമില്ല. അന്ന് നമ്മുടെ ഒരു എരുമയുടെ കാര്യം പറഞ്ഞ പോലെ അതിൻ്റെ യൂട്രസ് ചാടിയത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറിയാനുള്ളൊരു ഒരു പക്വത ഉള്ളൊരു കാലഘട്ടമല്ലായിരുന്നു. പിന്നീട് ഞാൻ ഊഹിച്ചപ്പോൾ മനസ്സിലായി അതാണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, വളരെ ചെറിയ ചിലവ് ചുരുങ്ങിയ രീതിയിൽ ചെയ്യുക. ഇതിൽ നമ്മൾ ഉക്ക് പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ഈ പൈപ്പുമ്മിൽ തന്നെ നമുക്ക് അടിയിൽ, അതായത് നിലത്ത് മുട്ടിയിട്ട് വെക്കാനായിട്ട് നല്ലത് ഈ ഒരു ഹൈറ്റിലൊക്കെ നമ്മൾ ഒരു 9 ഇഞ്ചൊക്കെ കയറ്റിയിട്ടുള്ള ഇതിൽ വട്ടക്കണ്ണി പിടിപ്പിക്കുകയാണ്. വെൽഡ് ചെയ്യുക വേണ്ട, പൈപ്പുമ്മേ വെൽഡ് ചെയ്തിട്ടാൽ മതി. നമ്മളത് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ. ഇതിപ്പോൾ ഞാനിതൊരു കോൺക്രീറ്റ് ചെയ്ത പോലെ ചെയ്തുള്ള സ്ലാബാണ് ഇത്, അല്ലാണ്ട് ഇത് കട്ട വെച്ച് കെട്ടിയുള്ളതല്ല. അപ്പോൾ ഇതുമ്മ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോൾട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഈ ആവശ്യം നടക്കും. പിന്നെ ഇപ്പോൾ ഇവരെന്നെ കെട്ടാൻ വേണ്ടിയിട്ട് ഇത്ര സെറ്റപ്പ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് സാട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കുമെന്നില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.